ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പ്രധാന സഹായി അനന്ത സുബ്രഹ്മണ്യത്തെയും ചോദ്യം ചെയ്യൽ തുടരുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ. അതേസമയം കേസിലെ ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. അമൽ തേനംപറമ്പിൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? കസ്റ്റഡിയിൽ തുടരുകയാണോ ഇരുവരും? വിശദ വിവരങ്ങൾ എന്താണ്? അതേസമയം തന്നെ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഏതുവരെയായി പുരോഗതി എന്നതറിയാൻ നമ്മളുമൊക്കെ കാത്തിരിക്കുകയാണല്ലോ. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ശേഖരിച്ച തെളിവുകൾ, ഇതുവരെയും ശേഖരിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങൾ, ഇതെല്ലാം ഇന്ന് കോടതിക്ക് മുൻപാകെ എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന, മറ്റ് പല സ്ഥലങ്ങളിലും മാധ്യമങ്ങളിൽ വാർത്ത വന്നതും അല്ലാത്തതുമായുള്ള പല പരിശോധനകൾ, വിവരശേഖരണം, ഇതെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് ഇന്ന് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പറയുന്ന അനന്ത സുബ്രഹ്മണ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സഹായി, രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ രണ്ടാളുകളും, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ അനന്ത സുബ്രഹ്മണ്യം ഇന്നലെ വൈകുന്നേരം ഇവർ മടക്കി അയക്കാത്തതിനാൽ തന്നെ അനന്ത സുബ്രഹ്മണ്യം കസ്റ്റഡിയിൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ, ഒരാൾ അറസ്റ്റിലും ഒരാൾ കസ്റ്റഡിയിലും, അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കെട്ടിടത്തിനകത്ത് ഉണ്ട്. ഉദ്യോഗസ്ഥർ, വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ്, സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റു ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന 2 SP-മാർ, ബിജോയി അതോടൊപ്പം തന്നെ ശശിധരൻ, രണ്ടുപേരും അധികം വൈകാതെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എത്തി ഇവരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമോ അതോ ഇവരുമായി പുറത്തേക്ക് പോയി? ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ട് 5 ദിവസം കഴിയുന്നു. അപ്പോൾ ആ 5 ദിവസം കഴിയുമ്പോഴും ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉണ്ടായത്. പുറത്തേക്ക് കൊണ്ടുപോയുള്ള തെളിവെടുപ്പുകളൊന്നും നടന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്, ശബരിമല, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ഇത്രയും സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമലിലേക്ക് തിരികെ വരാം.